Hi guys, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് പാസ്റ്റിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയാകാം, എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ആകാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് മറക്കണം. ഇതെല്ലാം മറന്ന് കുറച്ചുകൂടി പോസിറ്റീവായി, കുറച്ചുകൂടി ആക്റ്റീവായി നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഷെയർ ചെയ്യുന്നത്. നോക്കാം. ഒന്നാമത്തെ കാര്യം, എന്തെങ്കിലും പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മറക്കണം എന്ന ചിന്തയായിരിക്കും കൂടുതലായിട്ട് നമ്മുടെ മനസ്സിലൂടെ റൺ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ തോട്ടിനെയാണ് നമ്മൾ ആദ്യം ഇല്ലാതാക്കേണ്ടത്. എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ മറക്കണം എന്നുള്ളത് നിരന്തരമായി ചിന്തിക്കുന്ന സമയത്ത് ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ ഇൻസിഡന്റ് വീണ്ടും വീണ്ടും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും മാറണം എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ഓവർ തിങ്കിങ്ങിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ ആ ടൈമിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുക. മാനസികമായിട്ടും ശാരീരികമായിട്ടും എൻഗേജ്ഡ് ആകാൻ സാധിക്കുമെങ്കിൽ അതാണ് ബെറ്റർ. ബിക്കോസ് ആ സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവാകാൻ സാധിക്കും. സോ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ മറക്കണം, അല്ലെങ്കിൽ ഇനി ഞാനത് ഓർമ്മിക്കില്ല, ഇത്തരത്തിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിരന്തരം നമ്മളത് ആ ഒരു ഇമോഷനിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും സ്റ്റേ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇതിന് പകരമായിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഫിസിക്കലി മെൻ്റലി ഒക്കെ എനർജി മറ്റൊന്നിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുക. ഇനി രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തൊരു കാര്യം നമ്മൾ മറക്കണമെങ്കിലും അല്ലെങ്കിൽ സ്വീകരിക്കണമെങ്കിലും ഒക്കെ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി, നിങ്ങൾക്കത് ഓർക്കാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ അത് മറന്നേ പറ്റൂ എന്നൊരു രീതിയിലാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യണം. ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ്, ഇത് സംഭവിച്ചു കഴിഞ്ഞു, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാനത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ആ രീതിയിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിനെ മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. മൂന്നാമതായി, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നേരിടുന്ന സമയത്ത് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, എനിക്ക് ആ തെറ്റ് പറ്റി, അല്ലെങ്കിൽ എന്നിൽ നിന്നും ആ തെറ്റ് പറ്റാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്കത് സംഭവിച്ചു, അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഈ രീതിയിൽ ഒരുപാട് സെൽഫ് അഫർമേഷൻസ് നമ്മൾ തന്നെ കൊടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ ലൈഫിൽ അല്ലെങ്കിൽ ഈ വേൾഡിലെ എല്ലാ ആളുകളും എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് അല്ല. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് എല്ലാ ആളുകളുടെ കയ്യിൽ നിന്നും എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. സോ ഇതൊരു ലേണിംഗ് പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു ഗ്രോയിങ് പ്രോസസ്സാണ്. ഓരോ സമയത്തും എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ലേൺ ചെയ്യാനുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു തെറ്റായ കാര്യം ചെയ്യുന്ന സമയത്ത് അതൊരു ലെസൺ ആണ്, അല്ലെങ്കിൽ അതൊരു ഗ്രോയിങ് പ്രോസസ്സാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷെ ഇതിന് പകരം എല്ലാവരും റിഗ്രറ്റ് അല്ലെങ്കിൽ വിഷമം അങ്ങനെയുള്ള ഇമോഷൻസിലേക്കാണ് പോവാറുള്ളത്. ചെറിയൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ജോലിക്ക് കയറുന്ന സമയത്താണ് ഒരു സ്ഥാപനത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. മറിച്ച് അയ്യോ അങ്ങനെ പറ്റി, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് റിഗ്രറ്റോ അല്ലെങ്കിൽ വിഷമോ അല്ല, അതൊരു ലെസൺ ആണ്, അതൊരു ലേണിംഗ് പ്രോസസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. സോ നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളിലും പെർഫെക്റ്റ് അല്ല, നമ്മളുടേതായ രീതിയിൽ നമ്മൾ യുണീക്ക് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നാലാമതായി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില മാറ്റങ്ങൾ നമുക്ക് ഒരിക്കലും കൊണ്ടുവരാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഇന്നലെ ഒരു കാര്യം സംഭവിച്ചു. ഓക്കെ, ഞാൻ വിചാരിക്കുകയാണ് ഇന്നലെ ആ സംഭവം എനിക്ക് ഇന്ന് പോയിട്ട് റേസ് ചെയ്യണം. നമുക്കത് കഴിയില്ല, കാരണം അത് ഇന്നലെ സംഭവിച്ചു കഴിഞ്ഞതാണ്. ഇന്ന് സംഭവിക്കുന്നതോ അല്ലെങ്കിൽ ഇനി നാളെ സംഭവിക്കാൻ പോകുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ പ്ലാൻ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇന്നലെയോ അല്ലെങ്കിൽ ലാസ്റ്റ് 2 days മുന്നെയോ അല്ലെങ്കിൽ ലാസ്റ്റ് മന്തോ ഒന്നും നടന്ന കാര്യങ്ങളിൽ നമുക്ക് ഒരു മാറ്റവും കൊണ്ടുവരാൻ സാധിക്കില്ല. സോ ചില മാറ്റങ്ങൾ അസംഭവ്യമാണ്, നമുക്കത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇത് ആക്സെപ്റ്റ് ചെയ്യുകയും അത് മനസ്സിലാക്കുകയും വേണം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു കാര്യം കൂടി, നമ്മൾ ഇങ്ങനെ പാസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ മറന്ന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചെയ്യണം. അതാണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം എന്നുള്ളത്. പലപ്പോഴും നമ്മൾ എല്ലാ ഡിസിഷനും എടുക്കുന്നത് ഏതെങ്കിലും ഒരു ഇമോഷൻസിൻ്റെ ബേസിലായിരിക്കും. വളരെ ചെറിയൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു വ്യക്തിയോട് നോ പറയണം, അത് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘട്ടമാണ്. പക്ഷേ ആ വ്യക്തിയോടുള്ള സ്നേഹം കൂടുതൽ കാരണം നിങ്ങൾക്ക് നോ പറയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു പരാജയമാണ്.
കാരണം അവിടെ നോ എന്ന് പറയുന്നതാണ് പവർഫുൾ ആയിട്ടുള്ള കാര്യം, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം. പക്ഷേ അവിടെ ആ ഒരു വ്യക്തിയോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് നിങ്ങൾ യെസ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ഡിസിഷൻ തെറ്റിപ്പോവുകയാണ് ചെയ്യുന്നത്. സോ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഈ ഒരു മിസ്റ്റേക്കാണ് ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്. വിവേകത്തോടുകൂടി അല്ലെങ്കിൽ വികാരങ്ങൾക്ക് അതീതമായി നമ്മുടെ വിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് എന്താണോ പെർഫെക്റ്റ് ആയിട്ടുള്ളത്, എന്താണോ അനുയോജ്യമായിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഡിസിഷൻസ് എടുക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യം സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് ഇഷ്ടമല്ല, അത് ഓർക്കാൻ ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കാര്യമാണെങ്കിൽ അതിൽ നിന്നും ഒന്ന് മാറി ചിന്തിക്കാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല ഇനി ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് കറക്റ്റ് വേയിലൂടെ നമുക്കത് എടുക്കാനും സാധിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്